അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൂറത്തു മറിയം 50 ആയത്തിനങ്ങ് വിശദീകരിച്ചിട്ടേക്ക് ഇനി മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല ചൊല്ലുക വദ്കുർ ഫിൽ കിതാബി മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ചൊന്നു കൊടുക്കുകയാണ്. അള്ളാഹു താല ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ അള്ളാഹു താല വിവരിച്ചത്. മൂസാ നബി അലൈഹിസ്സലാം ഇത് ഈ സൂറത്തിൽ തന്നെ 10 നബിമാരെ ചരിത്രമായിട്ട് ഇവിടെ അള്ളാഹു താല വിവരിക്കുക. ഇൻഷാ അല്ലാഹ് ഇതിലപ്പുറ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ചൊല്ലുകയായിട്ടും ചൊല്ലുക. അമ്പിയാക്കന്മാരെ മഹത്വവും ബഹുമാനവും അത് സമുദായം മനസ്സിലാക്കി വെക്കണം. മുഅ്മിനീങ്ങൾ അത് അറിയണം, മനസ്സിലാക്കി വെക്കണം. മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചൊല്ല് ഇന്നഹു കാന മുഖ്ലിസൻ. മൂസാ നബി അലൈഹിസ്സലാം ഇഖ്ലാസുള്ള വ്യക്തിയായിട്ട് അവിടെ രണ്ട് ഖിറാഅത്തിന് മുഖ്ലസൻ എന്നുണ്ട്. അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമുക്ക് പ്രത്യേകം സ്ഥാനം നൽകിയ എന്നർത്ഥവും. മുഖ്ലിസൻ ചൊല്ലുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുക്ക് ഇബാദത്തിൽ ഭയങ്കര ഇഖ്ലാസ് കാട്ടിയ ആളായിട്ട് എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെ ആയിട്ടിക്കട്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചുള്ള വക്കാന റസൂലൻ നബിയൻ. മൂസാ നബി അലൈഹിസ്സലാം റസൂലായിട്ട് നബിയായിട്ട്. നബിയെ എന്നുള്ളത് അള്ളാഹു തആല നുബൂവത്ത് കൊടുത്തിട്ട് പിന്നെ ആയിട്ടിക്കട അള്ളാഹു റസൂലാക്കടെ. അപ്പൊ നബി ചെന്നെങ്കിൽ അള്ളാഹു തആലയുടെ സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം അയാൾക്ക് കടന്നു കൊടുക്കുമ്പോൾ അയാൾ നബിയാവും. ഇത് ജനങ്ങൾക്ക് പ്രബോധനം ചെയ്തു കൊടുക്കണമെന്ന് അള്ളാഹുടെ കൽപ്പന പറയുമ്പോൾ അയാൾ റസൂലാവും. നബി എന്ന പദവിയേക്കാളും ഉയരമുള്ള പദവിയായിട്ടിരിക്കുന്ന റസൂൽ എന്നുള്ളത്. അള്ളാഹു തആല 1,24,000 അല്ലെങ്കിൽ 2,24,000 നബിമാരെ അള്ളാഹു തആല കടത്തി അതിൽ 313 ആളുമാരെ ആയിട്ടിക്കട അള്ളാഹു റസൂൽ എന്ന പദവി കൊടുത്തത്. എല്ലാരെയും അള്ളാഹു റസൂലാക്കിയിട്ടില്ല. നബി എന്ന പദവി ആയിട്ടിക്കട ഫസ്റ്റ്, അതിൽ പിന്നെ ആയിട്ടിക്കട റസൂൽ. അപ്പൊ ആ റസൂൽ ചൊല്ലതൊക്കെ ഉത്തരവാദിത്വം കൂടുതലായിട്ട്. നബി ആവുമ്പോ അയാളും അള്ളാഹുമായിട്ടായിട്ട് സമ്പർക്കം. റസൂലാവുമ്പോ അയാളും അള്ളാഹു താല ചൊന്ന് എത്തുവാട്ടിയത് അയാൾ മനുഷ്യന്മാർക്ക് ചൊന്നു കൊടുക്കണം. അപ്പോ നബിമാരൊക്കെ ദീന് ചൊന്നു കൊടുത്തിട്ടില്ല എന്ന അർത്ഥമല്ല. നബിമാർ അങ്ങനല്ല. അപ്പൊ നബിയായ ആളുമാർക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന കൽപ്പന കിക്കില്ല. അത് ഇക്കമ്പായിട്ടിക്കട റസൂൽ അവിടെ. അങ്ങനെയാകുമ്പോ അങ്ങനെ പിന്നെ അങ്ങനെ നബിയാക്കിയിരുന്നിരിക്ക് എന്നൊരു ചോദ്യം വരും അല്ലെ. അപ്പൊ അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നല്ല നിലക്ക് നടക്കുന്നത് ഇതിനെ നോക്കിയിട്ട് ഒരുപാട് ആൾമാർ നല്ല അവിടെ. അപ്പൊ അതായിട്ടിക്കട് പിന്നെ ഒരാളെ കൊണ്ട് അയാൾ നല്ലായെന്ന് കണ്ടെങ്കിൽ അയാളെ നോക്കിയിട്ട് 1000 ആൾമാർ നല്ല അവിടെ. ഹാലു റജുലിൻ ഫി അൽഫി റജുലിൻ അംഫൗ മിംവാദി അൽഫി റജുലിൻ ഫി റജുലിൻ എന്ന് ചൊന്നതായിട്ട് കാണാം പണ്ഡിതന്മാർ. എന്താ അതിൽ ചൊന്നതിനർത്ഥം? ഒരാളെ നോക്കിയിട്ട് അയാളെ നടത്ത സ്വഭാവ ഗുണ ഇതെല്ലാം നോക്കിയിട്ട് 1000 ആൾമാർക്ക് അത് ഉപകാരപ്പെട്ടു. ഏതിനേക്കാൾ 1000 ആള് കൂടിയിട്ട് ഒരാൾക്ക് ചൊന്നു കൊടുത്തിട്ട് അയാൾ നല്ലാക്കിടതിനേക്കാളും. അപ്പൊ ഒരാൾക്ക് 1000 ആൾ ഉപദേശം ചൊന്നു കൊടുത്താൽ എന്നാൽ അതിനേക്കാളും ഏറ്റവും ഫലപ്പെട്ടത് ഒരാളെ നോക്കിയിട്ട് 1000 ആൾമാർ നല്ല അവിടെ എന്നുള്ളത്. അപ്പൊ ഈ നബിമാർക്ക് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം എന്ന തക്ലീഫ് അങ്കില്ലാൻ കണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നബിയാക്കി എന്തിനേക്കെന്ന് കേട്ടെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ എല്ലായിട്ട് നല്ല സ്വഭാവത്തിൽ നല്ല പെരുമാറ്റത്തിൽ നടക്കുമ്പോൾ ഇതിനെ നോക്കിയിട്ട് ആൾമാർ നല്ല അവിടെ അറിയുന്നുള്ളത്. അപ്പൊ റസൂലാകുമ്പോ നബിയേക്കാളും കൂടുതലായിട്ടിക്കിട ഉത്തരവാദിത്വം കൂട്ടരെ. അപ്പൊ അങ്ങനെ സ്ഥാനവും കൂടുതൽ തന്നെ ആയിട്ടിക്കിടും. അപ്പൊ അള്ളാഹു തആല 1,00,000 അല്ലെങ്കിൽ 2,24,000 നബിമാരിൽ നിന്ന് 313 എന്ന നബിമാർക്ക് റസൂൽ എന്ന പദവി അള്ളാഹു തആല കൊടുത്താം. അതാ റസൂലൻ നബിയ്യ. ഇനി നബിമാരെ കുറിച്ച് അവിടെ നബിമാർക്ക് വാജിബായ സിഫത്തുകളുണ്ട്. അത് ഞാൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ചൊല്ലുമ്പോൾ അത് വിശദീകരിക്കുക. അപ്പൊ 1,24,000 നബിമാരിൽ നിന്ന് 313 റസൂൽ എന്ന്. അപ്പൊ അത് ഈ മൂസാ നബിയെ കുറിച്ച് അള്ളാഹു തആല ചൊന്ന് മൂസാ നബി റസൂലും നബിയായിട്ട് വനാദൈനാഹു മൂസാ നബിയെ ഞങ്ങൾ വിളിച്ച മിൻ ജാനിബി തൂരിൽ ഐമൻ. മൂസാ നബി അലൈഹിസ്സലാം
മദിയനിൽ നിന്ന് മുന്നിട്ട് പറയുമ്പോ വലത്തെ ഭാഗത്തുള്ള ആ തൂർസീന പർവ്വതത്തിലേക്കായിട്ട് ഞങ്ങൾ വിളിച്ചത് അവിടേക്ക് പറയുകയാണ്. നജിയ മൂസാ നബി അലൈഹിസ്സലാമുടെ ഞങ്ങൾ എന്താക്കിയ അടുപ്പിച്ച മൂസാ നബി അലൈഹിസ്സലാമുടെ നേരിട്ട് ഞങ്ങൾ പലക്കം പറഞ്ഞ അന്നു മൂസാ നബി അലൈഹിസ്സലാമുക്ക് ഞങ്ങൾ കലീമുല്ലാന്ന് ചൊല്ല അള്ളാഹു നേരിട്ട്, അതായത് എല്ലാ അമ്പിയാക്കന്മാരോട്ടും അള്ളാഹു താലയുടെ കൽപ്പനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയായിട്ടിക്കല്. അപ്പൊ നേരിട്ട് അള്ളാഹു താല പലക്ക പറഞ്ഞത് കാണുകുള്ള ഭാഗ്യം മൂസാ നബി അലൈഹിസ്സലാമുക്ക് കിട്ടിയിട്ടില്ല. അത് ഞങ്ങളുടെ നബിക്ക് മാത്രമായിട്ട് ആ ഒരു പദവി കിട്ടിയത്. നേരിട്ട് കാണുകയും നേരിട്ട് പലക്ക പറയുകയുള്ള ആ ഒരു സ്ഥാനം കിട്ടിയത് ഞങ്ങളുടെ നബിക്ക് മാത്രം. മൂസാ നബിക്ക് നേരിട്ട് പലക്ക പറയുക ഇടയാള് ഇല്ലാണ്ട്, അല്ലെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയായിട്ട് സന്ദേശം എത്ര ഇത് നേരിട്ട് തന്നെ അള്ളാഹു താല വിളിച്ച് പലക്ക പറഞ്ഞത്. അതായിട്ട് മൂസാ നബി അലൈഹിസ്സലാമുടെ തൂർസീന പർവ്വതത്തിക്ക് വിളിച്ചിട്ട് ഞങ്ങൾ അതിലെ അടുപ്പിച്ചാൻ ചെന്നെങ്കിൽ കറബനാവു നജിയ ഞങ്ങൾ മുനാജത്താക്കി അടുപ്പിച്ച എന്നുള്ള വലിയ പദവി അള്ളാഹു താല കൊടുത്ത. അള്ളാഹുടെ കലാമ് നേരിട്ട് കേൾക്കൂ, അല്ല അള്ളാഹുടെ പലക്ക നേരിട്ട് കേൾക്കൂ അല്ലെ, അത് വലിയൊരു ഭാഗ്യം. മൂസാ നബി അലൈഹിസ്സലാമിന് കലീമുല്ലാണ്ട ചൊല്ലേ. വവഹബനാലഹു മിർ റഹ്മത്തിൻ അള്ളാഹ് ചൊല്ലേ ഞങ്ങളെ റഹ്മത്തിനാൽ ഞങ്ങൾ മൂസാ നബിക്ക് ഓശാറമായി കൊടുത്ത അഹാവു മൂസാ നബിയുടെ സഹോദരന്റെ ഹാറൂൺ, അതായത് ഹാറൂൺ നബിനെ നബിയായിട്ട് ഞങ്ങൾ കൊടുത്താണ്. അതായത് മൂസാ നബിയേക്കാൾ വലിയായിട്ട് മൂസാ നബിയുടെ സഹോദരൻ ഹാറൂൺ നബി, വയസ്സിൽ വലിയ ആ ഹാറൂൺ നബിനെ നബിയായിട്ട് ഞങ്ങൾ മൂസാ നബിക്കും കൊടുത്താണ്. മൂസാ നബി അലൈഹിസ്സലാം, അതായത് ഈ ഈജിപ്തിലായിട്ട് മൂസാ നബി അലൈഹിസ്സലാം ജനിക്കല്. ഈജിപ്തിൽ ജനിച്ച മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ അണ്ടത്തെ കാലത്ത് ഫിറഔനായിട്ട് അധികാരി രാജാവും. ഫിറഔൻ എന്താക്കട അവനുക്ക് അണ്ടത്തെ ജ്യോത്സ്യന്മാർ ചൊല്ലാറ് നിന്റെ അധികാരത്തെ എടുക്കുക ഒരു കിടാവ് ജനിക്കുക പോണ്ട് ഈ വർഷത്തില്. കാരണം അവന് അയക്ക് മുന്നുള്ള ഒരു കിനാവ് കണ്ടെന്ന ആ കിനാവുടെ വ്യാഖ്യാനങ്ങളോട്ട് കേട്ടിട്ടാകുമ്പോൾ അണ്ടത്തെ ജ്യോത്സ്യന്മാർ ചൊന്നു കൊടുത്തതായിട്ടിക്കണ നിന്റെ അധികാരത്തെ തെരിപ്പായിട്ടുള്ള കിടാവ് ഈ വർഷം ജനിക്കല്. അപ്പൊ ആ വർഷത്തെ എല്ലാ ആൺമക്കളും കൊല്ലുകവേനായി. അതായത് അണ്ട് ഈജിപ്തിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ആ ഈജിപ്ത് റായത്തെ എനിക്ക് കിബുത്തിങ്ങാൻ ചൊല്ലേ, മാറിയത്തുൽ കിബുത്തിയാൻ ചൊല്ലില്ലേ നബിരെ പെഞ്ഞായിമാരെ കൂട്ടത്തിൽ, അതായത് നബിരെ ഒരു കിടാവിടെ ഉമ്മായിട്ട് മാറിയത്തുൽ കിബുത്തിയ അടിമ പെണ്ണുങ്ങമോ നബിരെ പെഞ്ഞായോ. അപ്പൊ കിബുത്തിയും ചൊല്ലത് ഈ ഈജിപ്ത് റായത്തെ കിബുത്തിങ്ങ ചൊല്ലേ. ആ ഈജിപ്തിൽ അണ്ട് പിന്നെ ഇസ്രായേൽ എങ്ങനെയാറ് ബനു ഇസ്രായേൽ. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം പണ്ട് 400 വർഷத்துக்கு മുന്നൊരു ഈജിപ്തിൽ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബം അവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങായിട്ടിട്ട് ഈ ഇസ്രായേൽ അവിടെ എത്തിയത്. അപ്പൊ ഈ ഈജിപ്തിൽ യൂസുഫ് നബിയുടെ കാലുള്ള കഴിഞ്ഞ് 400 വർഷം കഴിഞ്ഞാൽ പിന്നെ എത്തിയിട്ട് ഫിറഔൻ അധികാരത്ത് വേണ്ടേ. ആ അധികാരത്ത് പറയുമ്പോൾ ഈ റായത്ത് ഇസ്രായേൽ, അതായത് യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കളെ പാരമ്പര്യം അവിടെയുണ്ട്. അങ്ങനെ ഇസ്രായേൽ എറും ചൊല്ലേ. ഇതേ ഈജിപ്തിൽ ആ റായത്തെങ്ക് കിബുത്തിങ്ങാൻ ചൊല്ലേ. അപ്പൊ ഈ ഫിറഔൻ അധികാരത്ത് വന്ന ടൈമിലല്ല ഈ കിബുത്തിങ്ങലെ ഓനെന്താക്കി അടിമയാക്കി വെച്ച കഷ്ടത്തെ സറല്ല കൊടുത്ത. അപ്പൊ ഈ നിന്റെ അധികാരത്തെ എടുക്കുകയുള്ള ഒരു കിടാവ് ബനു ഇസ്രായേൽ ജനിക്കുക പോകണം ചെന്നപ്പോ ഇസ്രായേലിൽപ്പെട്ട എല്ലാ ആൺമക്കളെ കൊല്ലണം. ആ വർഷത്ത് ജനിക്കുന്നത്, ആ വർഷത്ത് ജനിക്കുന്ന എല്ലാ ആൺമക്കളെ കൊല്ലണം എന്ന് ഉത്തരവിട്ടാണ്. അപ്പൊ എല്ലാ കർക്കുഞ്ചുമാരും ടെസ്റ്റാക്കി ആ വർഷത്ത് പെറ്റ എല്ലാ മക്കളെയും കൊന്നത്. അതിൽ അള്ളാഹു താല മൂസാ നബി അലൈഹിസ്സലാമുടെ അള്ളാഹു ബാക്കി വെച്ച. എന്നാൽ അള്ളാഹുടെ തീരുമാനത്തെ തടയുക സാധ്യമാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ പെറ്റ സാർത്ത് എന്താക്കി തോന്നെങ്കിൽ പേടിച്ചിട്ട് അത് അങ്ങക്ക് കണ്ണിൽ പൊട്ടില്ല പോലീസുകാരങ്ങൾക്ക് അണ്ടത്തെ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മ അള്ളാഹു താല കൽബ് തോന്നിപ്പിച്ചു കൊടുത്ത പേടിക്കലുണ്ടെങ്കിൽ പേടിയാവണമെങ്കിൽ അവിടെ പെട്ടിയിലാക്കി ആ നെയിൽ നദിക്ക് ഇട്ടുപൂട്ടുറോ. അങ്ങനെ ഇട്ടത്ത് നെയിൽ നദിക്ക് ആ പെട്ടി ഒലുകി പോയിട്ട് മൂസാ നബിയുടെ സഹോദരി ഈ പെട്ടിനെ നോക്കിക്കൊണ്ട് ഇത് ആരെ കൈക്ക് കിട്ടുന്നുണ്ട് ആ കൊലയിടറിലെ നടന്ന് അവിടെ ഫിറഔന്റെ പെൺമക്കൾ കുലിച്ചോണ്ടിരുന്നാണ്. അങ്ങ് ഈ കൈ പെട്ടിക്കെടുത്ത് ആ പെട്ടിയുടെ അങ്ങ് എടുത്തോണ്ടാ അകത്തുകൊണ്ട് നോക്കുമ്പോൾ കിടാവും. അപ്പോ അന്ത ആസിയ ബീവി ഫിറൗന്റെ പെഞ്ഞായിട്ടിട്ട് ഫിറൗന് കൊല്ലൊക്കെ പേനായി ചെന്നപ്പോ ആസിയ ബീവി ചെന്ന് വേണ്ട നക്ക് മക്കയില്ലല്ലേ ആ ഇക്കിടാവ് ഞങ്ങൾ കട്ട്. അതായത് ഈ ആസിയ ബീവി ബനു ഇസ്രായേലിൽ പെട്ട പെണ്ണുങ്ങളായിട്ടിട്ട് ഓൻ ബലത്കാരത്തെയും ഇവിടെ മഞ്ഞളായിട്ട് ഈ ഫിറൗന്. അങ്ങനെ ഈ ഫിറൗന്റെ ആസിയ ബീവി ദൗത്തിലും
ബലിയാവും. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം 30 വർഷമാകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അത്രത്തോളം അവിടെയുമേ ബലിയായി. മൂസാ നബി അലൈഹിസ്സലാമുടെ അപ്പൊ ഈ രാജാവ് എടുത്ത് ബലത്തൊക്കെ തീരുമാനിക്കുക ബലത്തിയാറ് രാജാവുടെ അവത്തലേന്ത് അങ്ങനെ ഫിറഔനുക്ക് ഈ കിടാവുക്ക് മല കൊടുക്കണല്ലേ. അപ്പോ റായത്തെ പെത്ത് പെണ്ണുങ്ങളെല്ലാം വിളിച്ച വന്നിട്ട് നോക്കിയാറ് ഏത് കിടാവുടെ മല ഈ കിടാവ് ആരെ മല കുടിക്കില്ല. ലാസ്റ്റ് മൂസാ നബി അലൈഹിസ്സലാമുടെ സഹോദരി സ്വന്തം ആ പെണ്ണുങ്ങളെ എല്ലാ മക്കവും മുട്ടാവിടുക. ആ പെണ്ണിങ്ങ അങ്ങനത്തെ ഒരു പെണ്ണുങ്ങളുണ്ട്, അതായത് മൂസാ നബിയുടെ ഉമ്മടെ കാട്ടി കൊടുത്തത്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമുടെ ഉമ്മടെ വിളിച്ചാന്നിട്ട് അവൻ കിടാവ് കുടിച്ചിട്ട് മല കുടിച്ചിട്ട്. അപ്പൊ ഈ കിടാവ് ഡെയിലി വന്ന് മുല കൊടുക്കണം, നോക്കണം. അപ്പൊ ഉമ്മ ചെന്ന് ഇത് ഉമ്മന്റെ അങ്ങ കൊടുത്തില്ലല്ലോ, నాకు ശമ്പളം തരണം. അങ്ങനെ നല്ല ശമ്പളം എടുത്തിട്ടുണ്ട് കിടാവ് മുല കൊടുക്കിലേക്ക് വേണേറ്റ്. അങ്ങനെ മൂസാ നബിയുടെ ഉമ്മമേ ബലത്തില് ആ ഭാഗ്യം കിട്ടിയത് അള്ളാഹു താലയുടെ തീരുമാനത്തെ തടയുക ആർക്ക് സാധ്യമാകും. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ഫിറഔന്റെ ഔത്തില് ബലിയായിട്ട്. പക്ഷെ 30 വർഷമാകുമ്പോ മൂസാ നബി അലൈഹിസ്സലാം ബാലക്കാറായിട്ട് ആ ടൈമിൽ ഓർക്കാൻ ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു ടൈമിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോ ഒരു കിബുത്തിയും ഇസ്രായേലും ഗലാട്ടായിക്കൊണ്ടുള്ളതാണ്. അപ്പൊ കിബുത്തി ഈജിപ്റ്റ് രാജ്യത്താണ്, ഇസ്രായേല് മൂസാ നബി അലൈഹിസ്സലാമുടെ അനുയായികൾ. പണ്ട് മൂസാ നബി നബിയായിട്ടില്ല. അപ്പൊ കിബുത്തി ഇസ്രായേൽ എന്താക്കിയ മൂസാ നബിയുടെ സഹായത്തിൽ ഇതാ അക്കോൺ അടിക്കോ വേണ്ടേണ്ട് മൂസാ നബി മുഷ്ടി പിടിച്ചിട്ട് ഒന്ന് കൊടുത്തത് ആർക്ക് കിബുത്തി ചത്ത. അപ്പൊ ഇസ്രായേലിന്റെ ചൊന്നും മുണ്ടണ്ട നീ പോണ്ട്. മൂസാ നബി അലൈഹിസ്സലാം പുറം വന്നത് ചെന്ന് കിബുത്തി ഈ ഇസ്രായേലിൽ അത്ര കഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമോടെ വെറുതെകല്ല രക്ഷപ്പെടുത്തിയത്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം കൊല്ലണോട്ട് അടിച്ചതെന്തും അല്ല, അടിച്ചിട്ടാവാൻ ചത്തുപോയെന്ന് മാത്രം, അല്ലാണ്ട് കൊല്ലണോട്ട് ഉദ്ദേശിച്ചതെന്തും അല്ല. അവർ കയ്യബദ്ധമായിട്ട്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടിട്ട് നീ പോകണ്ട കിബുത്തിലെ മനസ്സിലാക്കാൻ. ഇതിപ്പോ ഈ വിഷയം ആർക്കും കൊന്നില്ല. അപ്പൊ ഈ വിഷയം മോന്റെ കിബുത്തിലെ കൊന്നില്ലാറ് ആറും കൊന്നില്ല. പിറ്റാണ്ട് പോകുമ്പോ ഇതേ ഇസ്രായേലുള്ള ഇന്നാലെ ഗലാട്ടയക്കണം അവൻ ഇണ്ട് പിന്നോർത്തരട്ടെ ഗലാട്ടയക്കൊണ്ടുള്ളു. അപ്പൊ മൂസാ നബിയെ വിളിച്ച് സഹായിക്കട്ടെ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം എന്താക്കി തന്നിട്ട മുഷ്ടി പിടിച്ചിട്ട് അടിക്കോ പോയിട്ട് കിബുത്തില്. പക്ഷെ ഓന് വരച്ചില്ലെന്ന് തോന്നുന്നുണ്ട ഇന്നാലെ അവന് കടിച്ചത് നോക്കില്ലല്ലോ ഓണു ആര് ഇസ്രായേല്. ഇതിപ്പോ നക്കെ അടിക്ക പണ്ടേ ചൊന്ന് ഓൻ ചെന്ന് ഇന്നാലെ നീ കൊന്നതുപോലെ എന്റെ കൊല്ലൊക്കെ നോക്കട്ടെ മാട്ട്. ഇത് ചൊന്നിട്ടാകുമ്പോ ഈ കിബുത്തി ഓടിയാന്ന് ഇന്നാലെ കൊന്ന ആളാറ് ടിണ്ടിക്കെടുത്ത് പോയിട്ട് ഫിറൗണ്ടിട്ട് ചെന്ന് ഇന്നാലെ കിബുത്തിലെ കൊന്നില് നിങ്ങളെ നിങ്ങൾ ബലത്തിയ നിങ്ങളെ മൂസാ നബി അലൈഹിസ്സലാമുക്ക്. അപ്പൊ അങ്ങ് കൊന്തായിട്ട് മൂസാ നബി കൊന്നില്ലേ അപ്പൊ അങ്ങെന്താക്കാറ് മൂസാ നബി അലൈഹിസ്സലാമുടെ ശിക്ഷിക്കുവാർ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമോടൊട്ട് ഒരാൾ ഓടി വന്ന് ചെന്ന് മൂസ നിങ്ങളുടെ നിക്കണ്ട, നിങ്ങൾ കൊന്നിരേന് കൊന്തായിട്ട് നിങ്ങളെ കൊല്ലക പേനെ പണ്ടത്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം അവിടെ ഈ ഈജിപ്റ്റിൽ വിട്ടിട്ട് ഓടിപ്പോണ്ടു. മൂസാ നബി അലൈഹിസ്സലാം മദിയനക്ക് എത്തുക. ആ മദിയന് പോയിട്ട് ഷുഐബ് നബി അലൈഹിസ്സലാമുടെ അവിടെ കയറ്റിക്കരി അവിടെ ഷുഐബ് നബി അലൈഹിസ്സലാം എത്ത്. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാമുടെ 2 പെൺമക്ക ആട് മേച്ചിട്ട് ആടിനെ മേപ്പാട്ടിട്ട് തന്നി കുടിപ്പാട്ടൊക്കെ പേനായിട്ട് പോണ്ട് ഉച്ചക്ക്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം ഓടി പയിച്ചിട്ട് മൂസാ നബി അലൈഹിസ്സലാം മരത്തട്ടിൽ തെച്ചിട്ട് പടച്ചവനെ നക്ക് എന്തെങ്കിലും തിന്നൊക്കെ വേണമല്ലേ ചെന്ന് മരത്തട്ടിൽ തെച്ചിട്ട് അപ്പായിട്ടിക്കിട്ട് ഈ തന്നി കുടിപ്പാട്ടൊക്കെ പേനായിട്ട് ആടുങ്ങളെ കൂട്ടിയൊന്ന് പണ്ടേ കുറെ ആൾമാറുള്ള റായത്ത്. അതില് ഈ 2 പെൺമക്ക ഈ ആടുകളെ വിളിച്ചോണ്ട് വന്ന് 2 പെൺമക്ക ദൂരെ നിன்றார். ബാക്കി ഞങ്ങളെല്ലാം തന്നി കുടിപ്പാട്ടിട്ട് അവിടെ ഒരു ക്യാരറ്റ് തന്നി കുടിപ്പാട്ടിട്ട് പോണ്ടേ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം കേട്ട് എന്തേ നീ ഇവിടെ നിன்று നീ എന്താ ആടുങ്ങ തന്നി കുടിപ്പാട്ടില്ല, അവിടെ കുറെ ആണിങ്ങളുള്ളാറല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ദൂരെ നിன்றாங்க പോയാൽ പിന്നെ ഞങ്ങൾ ആടുകളെ വിളിച്ചു പോയിട്ട് കുടിപ്പാട്ടാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം എന്താക്കി തന്നു അവിടെ ഒരു വലിയൊരു കല്ലുണ്ട്, അതിൽ എടുത്തിട്ട് അപ്പറാക്കിയിട്ട് തന്നി കാട്ടിയിട്ട് ഇവിടെ തന്നിട്ട് ഇവിടെ കുടിപ്പാട്ടും. അപ്പൊ ഈ പെൺമക്ക ഈ തന്നി കുടിപ്പാട്ടി അത് ഔത്തു പോയിട്ടാകുമ്പോ ഷുഐബ് നബി അലൈഹിസ്സലാം കേട്ട് നീ എന്തിന്റെ വേഗ വന്നേ. അപ്പൊ ചെന്നാറ് ഇങ്ങനെ ഒരു ബാലക്കാര ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആക്കിത്ത്. അപ്പൊ ഷുഐബ് നബി താഴെ പിടിച്ച പറഞ്ഞു. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാമുടെ മോൾ വന്നിട്ട് പിടിച്ചിട്ട് ബാപ്പ വിളിക്കിട്ട് പറഞ്ഞൂല. അങ്ങനെ ഷുഐബ് നബി അലൈഹിസ്സലാമുടെ ഔത്തു പോയി ഷുഐബ് നബി അലൈഹിസ്സലാമുടെ വിഷയം ചെന്ന്. അപ്പൊ ഷുഐബ് നബി അലൈഹിസ്സലാം ചെന്ന് പേടിക്കണ്ട, ഇവിടെ ഫിറഔന്റെ അധികാരമൊന്നും ഈ റായത്ത് നടക്കില്ലേ, അവന്റെ അതിർത്തി എന്തും അല്ല,
അതുകൊണ്ടിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കാം. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ഷുഐബ് നബി അലൈഹി സ്വലാമുടെ ഒത്ത് താമസിച്ചത്. ഷുഐബ് നബി അലൈഹി സ്വലാമുടെ മോലെ സഫൂറാൻ ചോണ്ട മോലെ മഞ്ഞലായിട്ട് മൂസാ നബി അലൈഹി സ്വലാം 10 വർഷത്തോളം അവിടെ ആട് മേച്ചിട്ട് മഹറായിട്ട് കൊടുത്തതാ. 8 വർഷം അല്ലെങ്കിൽ 10. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം ആടും മേച്ച് മക്കളല്ലായിട്ട് മൂസാ നബി അലൈഹി സ്വലാം അവിടെ ബണ്ട് എവിടെ ബണ്ട് ഈ മിസ്ർ, അതായത് ഈജിപ്റ്റ് മിസ്റും ചൊല്ലി വന്നേ. ആ ബറമ്പത്തായിട്ട് മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു താല നുബൂവത്ത് കൊടുക്കല്. അത് വലിയൊരു സംഭവമായിട്ട് അതിൽ പിന്നെ ബറമ്പത്തുക്ക് ഒരു പക്കത്തേത് പിന്നേക്ക് പേത്തണം പോലെ തടങ്ങല്. മൂസാ നബി അലൈഹി സ്വലാം ആണെങ്കിലോ അവ ചിമ്മയത്ത് എവിടെയെങ്കിലും ഒരു വെളിച്ച കാണുമെന്ന് ചെന്നൊരു പാതിത്തേറിലുള്ള നടക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് മൂസാ നബി അലൈഹി സ്വലാം മക്കളെയും പെഞ്ഞയുടെയും കൂട്ടിയോണ്ട് അപ്പൊ ഷുഐബ് നബി അലൈഹി സ്വലാം കുറെ ആടെല്ലാം കൊടുത്തിട്ട് അതെല്ലാം എടുത്തോണ്ടായിട്ട് മൂസാ നബി അലൈഹി സ്വലാം ഉണ്ട്. അപ്പൊ ഷുഐബ് നബിയുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഷുഐബ് നബി അലൈഹി സ്വലാമിൽ നിന്ന് മൂസാ നബിക്ക് ഒരു ബടിയെല്ലാം കിട്ടിയത്. അത് ഷുഐബ് നബിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത്. അത് ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ബടി. ആ ബടിയായിട്ട് മൂസാ നബിക്ക് കൊടുത്തത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാം പറയുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പെഞ്ഞയുടെ മക്കളും കൂട്ടിയോണ്ട് ഈജിപ്റ്റ് ബണ്ടെ തെറലായിട്ട് പാതി ജാവയിത്ത് തെറു തപ്പിത്ത് ഇഞ്ഞ പോണോണ്ട് കൊണ്ടാവില്ല. ആ സമയത്തായിട്ട് ദൂരത്തൊരു വെളിച്ചക്കാണ്ട് നടന്നിട്ട് യാത്ര ചെയ്തേ. അപ്പൊ ആ പർവ്വതത്തോടെ പോയിട്ട് നിങ്ങൾ പെഞ്ഞായി മക്കളെ നിപ്പാട്ടി നിങ്ങളുടെ നിക്കോറന ബണ്ടെ അങ്ങനെ പോയിട്ട് മൂസാ നബി അലൈഹി സ്വലാം അതൊക്കെ അത് വെളിച്ചല്ല. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വലിയൊരു സംഭവം ഉണ്ട്. ഈജിപ്തിൽ 2ാമത് നബിയും റസൂലായിട്ടുമുണ്ട്. അപ്പൊ ആയിട്ട് അള്ളാഹു താല മൂസാ നബിയുടെ നബിയാക്കുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിനെ അള്ളാഹു താല നേരിട്ട് അള്ളാഹുടെ പലക്കം മൂസാ നബിക്ക് കേൾക്കരുത്. മൂസാ നബിയെ നാണ് അള്ളാഹുവായിട്ട് നിങ്ങളോട്ട് പലക്കറിയില്ല. അപ്പൊ ഈ കേട്ട പലക്കം മനുഷ്യരുടെ പലക്ക പോലെയല്ല. ചെന്നെങ്കിൽ മനുഷ്യരുടെ പലക്കം ഒരു സൈഡ് ഒരു ഭാഗത്തിൽ നിന്നായിട്ട് കേൾക്കല്. മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹുടെ പലക്ക കേൾക്കല് ഈ രീതിയിലല്ല, അത് വ്യത്യാസമായിട്ട് 6 ഭാഗ മേല് ചുറ്റു സൈഡ് ബലത്ത് ഇടത്ത് എതിര് പിന്നില് മേൽഭാഗ അടിഭാഗ ഈ ഭാഗത്തെ ഉണ്ടാവില്ല. അങ്ങനെ ആയിട്ട് മൂസാ നബി അലൈഹി സ്വലാമുക്ക് അള്ളാഹു താല നുബൂവത്ത് കൊടുക്കല് നബിയാക്കല്. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലിട്ട് മൂസാ നബിയായിട്ട് അള്ളാഹ് ചൊല്ലി പോയിട്ട് ഫിറൗനുടെ ഇസ്ലാമുക്ക് വിളിക്കണം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം ചൊല്ലുന്നത് ഞാൻ ഒരുത്തനമിയാവുള്ളൂ. കാരണം നാവിലൊരു കൊഞ്ഞുണ്ട്, പലക്കത്തിലൊരു ഇത് പണ്ട്. അപ്പൊ എന്റെ മൂത്തോൺ ആറൂൺ വേണം. അപ്പൊ അള്ളാഹു താല ആറൂൺ നബി അലൈഹി സ്വലാമുടെ നബിയും ആക്കിയ. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമുടെ അള്ളാഹു താല നേരിട്ട് പലക്കറിഞ്ഞിട്ട് നബിയും, ഹാറൂൻ നബി അലൈഹി സ്വലാമുടെ അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാമുടെ കടത്തി കൊടുത്തിട്ട് നബിയാക്കിയ. എന്നിട്ട് ജണ്ടാലിട്ടും ചൊല്ലി നിങ്ങൾ ജണ്ടാലും ഫിറൗന്റെ പോണം, അവന്റെ ഇസ്ലാമുക്ക് വിളിക്കണം. അതായിട്ട് ഹാറൂൻ നബിയെയും അള്ളാഹു നബിയാക്കിയ. ഹാറൂൻ നബി മൂസാ നബി അലൈഹി സ്വലാമുടെ മൂത്തോനായിട്ട്. അപ്പൊ ജണ്ടാലും കൂടിയിട്ടായിട്ട് പിന്നെ എവിടെ വേണ്ടേ ഫിറൗന്റെ മുട്ട പലക്കാർ വേണം. അത് വലിയൊരു സംഭവമായിട്ട് ഖുർആന്റെ ഇടപെടൽ പല ഭാഗങ്ങളിലായിട്ട് ആ സംഭവം വിവരിച്ചു. അപ്പൊ ഈ ആയത്ത് നമുക്കൊന്ന് ആയത്ത് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ വനാദൈനാഹു മിൻ ജാനിബിത് തൂരിൽ അയ്മനി വഖറബ്നാഹു നജിയ്യാ ووهبنا له من رحمتنا أخاه هارون نبيا صدق الله العلي العظيم. ഇനി ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പിന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. കാതുവരത്തെ എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.